ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് പേര് ഞാൻ വണ്ടി മോഡിഫൈ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, ഒരുപാടൊന്നുമില്ല കുറച്ചൊക്കെ 1-2 ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു വണ്ടിക്ക് എത്ര മൈലേജ് ഇട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മളുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്ന ഒരു കമ്പനിക്കാർ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഇങ്ങനെ മൈലേജ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ആണ്. നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. നൈസൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ട്രിപ്പ് 1 ട്രിപ്പ് സെറ്റ് ചെയ്തു. ട്രിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയേക്കാം. I redefine any definition you got. I am the tiger, I'm making steps to the top. The flames, I whip it up, you just gotta hand me the rock. Take a seat, you cannot stand it. All I know, the flow harder than a Scotch bonnet. Don't try study me, you cannot manage. This ain't what you want, bitch, I'm a fucking phenomenon. This ain't what you want, bitch, I'm a fucking phenomenon. Yeah, you better listen. I'm bringing heat, you'll be a fan when I start rapping. Way I'll have your fucking head spinning. I'm known as spit vicious. Release bombs and go tick tick. Boom, you blown me that head missing. I'm a phenomenon. Stacking cheese like it's Parmesan. 8 different flows, call me Octomom. I'm moving fast like the Autobahn. And I'm independent, so I'm not your fucking starving like it's Ramadan. Sick, twisted, gifted. Can't copy, printed. Can't hold me down. I shape shift, I'm liquid. I killed this beat, I might get convicted. They know how I move, it was predicted. Persistent, spoke it into existence, so consistent, no assistance. Hear me once, become addicted. If I rap it, then I live it. There's no cap when I be freaking listen. This ain't what you want, bitch, I'm a fucking phenomenon. This ain't what you want, bitch, I'm a fucking phenomenon. അപ്പോൾ നമ്മളൊരു ചെറിയ റൈഡ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൈലേജ് ടെസ്റ്റ് നടത്തിയത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പിലാണ് മൈലേജ് ടെസ്റ്റ് നടത്തിയത്. അവിടെ നമ്മൾ പോയി തിരിച്ച് വരുമ്പോൾ രാത്രിയായി. രാത്രിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. രാത്രിയിൽ വിസിബിലിറ്റിയൊക്കെ കുറവാണ്. രാത്രിയിലെ കാഴ്ചകൾ കമ്മിയായിരിക്കും. അപ്പോൾ അതൊന്ന് പരിഗണിക്കുക. നമ്മൾ രാത്രി ആയിട്ടും ഇത് ചെക്ക് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ദൂരം ഓടിയപ്പോൾ അത്യാവശ്യം ലോങ് ഓടിയതിന് ശേഷം നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് മൈലേജ് ആയിരിക്കും. ഒരുപാട് ദൂരം ഓടി, പിന്നെ അതേപോലെ തന്നെ പല മോഡലും ഓടുക, മീൻസ് ഗിയർ ഡൗൺ ചെയ്തിട്ടും ട്രാഫിക്കിലും അതേപോലെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെയൊക്കെ പോയി. ഒരു വെറും ഹൈവേ കൂടെ മാത്രമല്ല പോയത്. അതാകുമ്പോൾ കറക്റ്റ് മൈലേജ് അറിയില്ല. നമ്മൾ ഡെയിലി യൂസിന് എങ്ങനെയാണോ അതാണല്ലോ നോക്കണത്. മെയിൻലി നമ്മളൊക്കെ മൈലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി യൂസിന് എത്രത്തോളം കിട്ടുന്നുള്ള ആ ഒരു ലെവലിലാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഇതിപ്പോൾ അതേപോലെയാണ്. നമ്മളിപ്പോൾ ഒരുപാട് അത്യാവശ്യം ഓടും ചെയ്തു. അതിന് പുറമെ ഈ ഒരുപാട് ട്രാഫിക്കിലൊക്കെ കിടന്നിരുന്നു. ടൈറ്റ് ട്രാഫിക്കിൽ ഒരു അരമണിക്കൂറോളം മൂവ്മെൻ്റ് തന്നെ ഇല്ലാതെ അങ്ങനെ നിന്നിരുന്നു. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മൈലേജ് ചെക്കപ്പാണ് നമ്മളിപ്പോൾ നടത്തിയതുള്ളത്.
നമ്മൾ തിരിച്ചു വന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പോൾ രാത്രി പമ്പിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്ലിയർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു, നമ്മൾ എത്ര ലിറ്റർ എണ്ണ അടിച്ചു, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതിൻ്റെയൊക്കെ ട്രിപ്പിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു ഞാൻ അവിടുന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ ആകെ മൊത്തം ഓടിയത് 131.8 കിലോമീറ്ററും അതിന് വേണ്ടി യൂസ് ചെയ്ത് 4.16 ലിറ്റർ പെട്രോളാണ് അടിച്ചത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഓടിയ 131.8 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അടിച്ച 4.16 ലിറ്റർ പെട്രോൾ, ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസറാണ് എത്ര കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ 131.8 ഡിവൈഡഡ് ബൈ 4.16 ഈക്വൽ ടു 31 സംതിങ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈലേജ്. അപ്പോൾ ഇത്രത്തോളം പവർഫുള്ളായ ഇത്രയും വെയിറ്റും കൂടിയ ഈ വണ്ടിയിൽ നിന്ന് ഈ 30 സംതിങ് കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് തന്നെയാണ്. നമുക്ക് ആവറേജ് ഒരു 30 to 35 ഈ ഇടയിൽ നമുക്ക് സിറ്റി യൂസിനൊക്കെ മൈലേജ് എന്തായാലും ഇതൊന്ന് കിട്ടുന്നുള്ള ഉറപ്പാണ്. ഹൈവേയിലൊക്കെ കയറുമ്പോൾ എന്തായാലും ഒരു 37 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ ഈ വണ്ടിയിൽ ഇത്രയും മൈലേജ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ. നമുക്ക് അവസാന ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇർട്ടായതുകൊണ്ട്. അപ്പോൾ എന്തായാലും സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാരും. അപ്പോൾ ഓക്കെ, ബൈ.